സഹനത്തിന്റെ പാതയിലൂടെ സ്വയം എരിഞ്ഞ് മറ്റുള്ളവർക്ക് പ്രകാശം പരതിയ വിശുദ്ധ അൽഫോൻസാമയുടെ സന്നിധിയിൽ അനുരഞ്ജനവും സമർപ്പണവും നടത്താനായി എത്തുന്നത് അനേകായിരങ്ങൾ. സ്വന്തം ജീവിതത്തിലൂടെ അനവധി പേരെ സ്വർഗീയ വഴികളിലേക്ക് നയിച്ച അൽഫോൻസാമ തൻ്റെ സ്വർഗീയ മധ്യസ്ഥതയിലൂടെ അനേകായിരങ്ങളെയാണ് മാനസാന്തരപ്പെടുത്തി പാപജീവിതത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. കൗദാശിക ജീവിതത്തിൽ നിന്നും വർഷങ്ങളോളം അകന്നു നിന്നിരുന്ന ചിലർ വിശുദ്ധയുടെ കബറെടുത്തെങ്കിലെത്തി പ്രാർത്ഥിക്കുന്നതോടെ വിശ്വാസ ജീവിതത്തിനപ്പുറം ക്രൈസ്തവ സാക്ഷികളായി മാറുന്നു എന്നതാണ് പലരുടെയും സാക്ഷ്യപത്രം. അൽഫോൻസ സവിധം ഓരോ ദിവസവും അനേകായിരങ്ങളുടെ അനുരഞ്ജന ശുശ്രൂഷയ്ക്കാണ് വേദിയാകുന്നത്. അൽഫോൻസാമയുടെ കബറെടുത്തെങ്കിലെത്തി പ്രാർത്ഥിക്കുന്നവർ അനുരഞ്ജന ശുശ്രൂഷ നടത്തി വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് മടങ്ങുന്ന രീതിയാണ് തീർത്ഥാടന കേന്ദ്രത്തിലുള്ളത്. തീർത്ഥാടന കേന്ദ്രത്തിൽ കുമ്പസാരത്തിനായി പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളതും ഇതിനാലാണ്. കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന ഉൾക്കൊണ്ട് ദിവ്യകാരുണ്യനാഥനൊപ്പം സഞ്ചരിക്കാൻ തീരുമാനമെടുക്കുന്നതിനൊപ്പം അൽഫോൻസാമയ്ക്ക് സ്വയം തങ്ങളെ സമർപ്പിച്ചാണ് ഓരോരുത്തരും മടങ്ങുന്നത്. തീർത്ഥാടന കേന്ദ്രത്തിലെത്തുന്നവരിലേറെയും തങ്ങളെ തന്നെ അൽഫോൻസാമയ്ക്ക് അടിമപ്പെടുത്തിയാണ് മടങ്ങുന്നത്. തിരുനാളിൻ്റെ ഓരോ ദിവസങ്ങളിലും 1000-ലേറെ കുരുന്നുകളെ അമ്മയ്ക്ക് അടിമ വയ്ക്കുന്നതായാണ് കണക്ക്. അടിമ നേർച്ചയ്ക്കും പ്രത്യേക ക്രമീകരണങ്ങളാണ് ഉള്ളത്. അധ്യാപന കാലത്ത് കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന അൽഫോൻസാമയുടെ സവിധത്തിലെത്തി ആദ്യാക്ഷരം കുറിക്കുന്ന കുരുന്നുകളുടെ എണ്ണവും തിരുനാൾ ദിവസങ്ങളിൽ വർദ്ധിച്ചിട്ടുണ്ട്. പന്തക്കുസ്താ ദിനത്തിലും അധ്യയന വർഷാരംഭത്തിലും 100 കണക്കിന് കുരുന്നുകൾ അൽഫോൻസ സവിധത്തിലെത്തി ആദ്യാക്ഷരം കുറിക്കാറുണ്ട്.